ബ്രീഫ് ചെയ്ത് കേട്ടുമ്പോൾ വരെ അനുമോള് പറഞ്ഞത് ചേച്ചി ഞാൻ കരയില്ല ചേച്ചി, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ചെന്ന് രണ്ടാമത്തെ ദിവസം തുടങ്ങി കരയില്ല. സ്റ്റേജിൽ ട്രോഫി കിട്ടിയപ്പോ വരെ കരഞ്ഞു. ഞാൻ കുറച്ച് ഓവറായില്ലേ, മോശമായി പോയി. എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? 16 ലക്ഷം. അയ്യോ ഇല്ല, ഞാൻ പറയാം ഒരു മാറ്റം ഇല്ല. എനിക്കറിയാം, എനിക്ക് PR ഇല്ല എന്ന് ഞാൻ ആരും പറഞ്ഞില്ല. ഞാൻ എല്ലാം ചിരിച്ച് കളയത്തുള്ളൂ. കാരണം ഇവിടെ മരണത്തിന് മുന്നേ എനിക്കറിയാം എല്ലാവർക്കും PR ഉള്ളതെന്ന്. പക്ഷെ അതെനിക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു PR എടുത്തിട്ടുള്ളവർ തന്നെ എന്നെ കളിയാക്കുന്നുണ്ട്, PR എന്ന്. സ്വാഭാവികം. ഇങ്ങനെ PR അനു പേയ്മെന്റ് ഒന്നും തരണ്ടാന്ന് പോലും പറഞ്ഞവരുണ്ട്. 3-4 പേര് പറഞ്ഞ ഫെയിം മാത്രം മതി, അനുവിനെ ഇവിടം വരെ എത്തിച്ചു. ഭയങ്കര അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ PR ഒരിക്കലും എന്താ പറയണ്ട ജയിപ്പിച്ചെടുക്കാൻ അത്രയും വേണോ സാർ? വേണം. 100 ലക്ഷം ഇനി 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മള്. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ. എനിക്കിവിടെ പറഞ്ഞതിന് മുന്നേ എനിക്കറിയാം, എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. ഞാനൊരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. അനുവിന് ഇപ്പൊ ഈ കപ്പ് കിട്ടിയില്ലേ, അത് PR മേടിച്ചു തന്നാണോ അതോ കഷ്ടപ്പെട്ടില്ല? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഒരു സംസാരത്തിൽ വന്നൊരു കാര്യം. പിന്നെ അനുവും പറഞ്ഞു എനിക്ക് PR ഉണ്ട്. അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ ഈ പറഞ്ഞ 15-16 ലക്ഷങ്ങളൊന്നും വാരി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് PR എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ് പൈസയുടെ കാര്യത്തിൽ. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? കളഞ്ഞു കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടിടും. അത് ഞാൻ വേറെ കാര്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ പൈസ ഒന്നും കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാല് അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടുമോ? സന്തോഷായി, നല്ല സന്തോഷായി. അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്ത് തുടങ്ങി അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു, അനുവിനെ കപ്പെടുക്കും. അതെ, സാഹചര്യം ചൂഷണം ചെയ്യരുത്. കാരണം ഒരു PR-ഉം അല്ല, ഞാൻ കഷ്ടപ്പെട്ട്. കാരണം ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട് അവിടെ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.